ഹലോ എവ്രി വൺ, വെൽക്കം ടു മൈ ചാനൽ. ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് സെക്കൻഡ് സെമസ്റ്റർ ബി ഫാമിൻ്റെ ഫാർമസ്യൂട്ടിക്കൽ ഓർഗാനിക് കെമിസ്ട്രിയാണ്. അതിലുള്ള ആൽഡോൾ കണ്ടൻസേഷൻ എന്ന് പറയുന്ന ഒരു ചെറിയ ടോപ്പിക്കാണ് ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നത്. സോ എന്താണ് ആൽഡോൾ കണ്ടൻസേഷൻ എന്ന് നോക്കാം. ദി ആൽഡോൾ കണ്ടൻസേഷൻ ഈസ് ആൻ ഓർഗാനിക് റിയാക്ഷൻ ഇൻ വിച്ച് ടു മോളിക്യൂൾസ് ഓഫ് ആൽഡിഹൈഡ് ഓർ കീറ്റോൺസ് ഈച്ച് കണ്ടെയ്നിങ് അറ്റ്ലീസ്റ്റ് വൺ ആൽഫ ഹൈഡ്രജൻ undergo condensation in presence of a dilute alkali to form beta hydroxyaldehyde or beta hydroxy ketone. On heating, this product undergo dehydration to give an alpha beta unsaturated aldehyde or ketone. സോ ഇവിടെ എന്താ പറഞ്ഞിരിക്കുന്നത്, ആൽഡോൾ കണ്ടൻസേഷൻ എന്ന് പറയുന്ന ഒരു ഓർഗാനിക് റിയാക്ഷൻ ആണ്. ഇവിടെ അറ്റ്ലീസ്റ്റ് ഒരു ആൽഫ ഹൈഡ്രജൻ എങ്കിലും പ്രസൻ്റ് ആയിട്ടുള്ള ആൽഡിഹൈഡ്സ് അല്ല എങ്കിൽ കീറ്റോൺസ് എന്ന് പറയുന്നത് കണ്ടൻസേഷൻ നടക്കുന്നുണ്ട് ഡൈല്യൂട്ട് ആൽക്കലിയുടെ പ്രസൻസിൽ. എന്നിട്ട് അത് എന്ത് ഫോം ചെയ്യും? ബീറ്റ ഹൈഡ്രോക്സി ആൽഡിഹൈഡ്, അതല്ല എങ്കിൽ ഒരു ബീറ്റ ഹൈഡ്രോക്സി കീറ്റോൺ ആണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഈ പ്രൊഡ്യൂസ് ചെയ്ത പ്രോഡക്റ്റ് എന്ന് പറയുന്നത് നമ്മൾ ഫർദർ ആയിട്ട് ഹീറ്റ് ചെയ്യുന്ന സമയത്ത് ഒരു വാട്ടർ മോളിക്യൂൾ എലിമിനേറ്റ് ചെയ്തതിന് ശേഷം എന്താണ്, നമുക്ക് ആൽഫ ബീറ്റ അൺസാച്ചുറേറ്റഡ് ആയിട്ടുള്ള ആൽഡിഹൈഡ് അല്ലെങ്കിൽ കീറ്റോൺ നമുക്ക് കിട്ടുന്നുണ്ട്. ഇതിനെയാണ് ബേസിക്കലി പറഞ്ഞു കഴിഞ്ഞാൽ ആൽഡോൾ കണ്ടൻസേഷൻ എന്ന് പറയുന്നത്. സോ ഇവിടെ നമുക്ക് അറിയേണ്ടതായിട്ടുള്ള കാര്യം എന്താണ് ആൽഫ ഹൈഡ്രജൻ എന്ന് നമുക്കറിയണം. അതായത് സിമ്പിളാണ്. ഇപ്പോൾ നമുക്കൊരു ഓർഗാനിക് കോമ്പൗണ്ട്, അതായത് ഒരു ആൽഡിഹൈഡ് നോക്കാം. ഇപ്പോൾ ഞാനിവിടെ എടുത്തിരിക്കുന്നത് എത്തനാളാണ് ഇവിടെ പറയുന്നത്. എത്തനാൾ എങ്ങനെയാണ്? CH3 C ഡബിൾ ബോണ്ട് OH. സോ ദിസ് ഈസ് ദ സ്ട്രക്ചർ ഓഫ്, ഇതാണ് എന്താണ് എത്തനാളിൻ്റെ സ്ട്രക്ചർ എന്ന് പറയുന്നത്. സോ ഇതെന്ന് പറയുന്നത് നമുക്കറിയാം, ഇത് CHO എന്താണ്, ഇതാണ് നമ്മുടെ ആൽഡിഹൈഡ് ഗ്രൂപ്പ്, ഇതാണ് നമ്മുടെ മെയിൻ ഗ്രൂപ്പ്. സോ ഈ പറഞ്ഞിരിക്കുന്ന ഫങ്ഷണൽ ഗ്രൂപ്പിനോട് കൂടി അറ്റാച്ച് ചെയ്ത് വരുന്ന കാർബണിനെയാണ് നമ്മൾ ആൽഫ കാർബൺ എന്ന് പറയുന്നത്. ദിസ് ഈസ് ആൽഫ കാർബൺ. സോ ആൽഫ കാർബണിൽ അറ്റാച്ച് ചെയ്തിരിക്കുന്ന ഹൈഡ്രജനാണ് എന്തെന്ന് പറയുന്നത്, ആൽഫ ഹൈഡ്രജൻ എന്ന് പറയുന്നത്. സോ ഇത്രയും മനസ്സിലായല്ലോ. നമുക്ക് എന്താണ് ആൽഡോൾ കണ്ടൻസേഷൻ നടക്കണമെങ്കിൽ ഉറപ്പായും എന്ത് വേണം, അറ്റ്ലീസ്റ്റ് ഒരു ആൽഫ ഹൈഡ്രജൻ എങ്കിലും ഉണ്ടായിരിക്കണം. സോ അപ്പോൾ എന്താണ് ആൽഫ ഹൈഡ്രജൻ എന്ന് നമുക്ക് മനസ്സിലായി. അടുത്ത് നമ്മൾ എങ്ങനെയാണ് ആൽഡോൾ കണ്ടൻസേഷൻ നടക്കുന്നത് എന്ന മെക്കാനിസമാണ് നമ്മൾ നെക്സ്റ്റ് പറയാനായിട്ട് പോകുന്നത്. നമ്മൾ ആദ്യം പറയുന്നത് ഫസ്റ്റ് സ്റ്റെപ്പാണ് ആദ്യം പറഞ്ഞിരിക്കുന്നത്. ഫസ്റ്റ് സ്റ്റെപ്പിൽ നമ്മൾ എന്ത് ചെയ്യുവാണ്, ഇവിടെ ഒരു ആൽഡിഹൈഡാണ് എടുക്കുന്നത്. ആൽഡിഹൈഡ് എന്ന് പറയുമ്പോഴത്തേക്ക് ഇവിടെ ഞാൻ എത്തനാലാണ് എക്സാമ്പിളായിട്ട് എടുത്തിരിക്കുന്നത്. എത്തനാൾ എന്ന് പറയുന്നത് CH3 CHO ആണ് എത്തനാൾ എന്ന് പറയുന്നത്. സോ ഇതിനെ ഞാൻ സ്പ്ലിറ്റ് ചെയ്തിട്ട് ഒന്നിങ്ങനെ എഴുതുവാണ്, റീഅറേഞ്ച് ചെയ്ത് എഴുതുവാണ്. CH2H C ഡബിൾ ബോണ്ട് OH. ഇങ്ങനെ ഞാൻ എന്ത് ചെയ്യുവാണ്, എത്തനാളിൻ്റെ സ്ട്രക്ചറിനെ ഒന്ന് റീഅറേഞ്ച് ചെയ്ത് എഴുതുവാണ്. സോ ഇതെന്ന് പറയുന്നത് ഈ റിയാക്ഷൻ എന്തിൻ്റെ പ്രസൻസിലാണ്, നമ്മൾ നേരത്തെ പറഞ്ഞു ഒരു ഡൈല്യൂട്ട് ആൽക്കലിയുടെ പ്രസൻസിൽ, ലൈക്ക് സോഡിയം ഹൈഡ്രോക്സൈഡ്, ഡൈല്യൂട്ട് സോഡിയം ഹൈഡ്രോക്സൈഡ് പോലുള്ള ഒരു ആൽക്കലിയുടെ പ്രസൻസിലാണ് നടക്കുന്നത്. സോ ഇവിടെ ഡൈല്യൂട്ട് ആയതുകൊണ്ട് തന്നെ എന്ത് പ്രസൻ്റ് ആണ്, വാട്ടർ പ്രസൻ്റ് ആണ്. വാട്ടറിനെ നമുക്ക് H+OH- എന്ന് പറഞ്ഞിട്ട് നമുക്കിവിടെ റെപ്രസെൻറ്റ് ചെയ്യാം. സോ ഇവിടെ എന്ന് പറയുമ്പോൾ എന്താണ് നടക്കുന്നതെന്ന് വെച്ചാൽ, ഇതാണ് നമ്മുടെ ആൽഫ ഹൈഡ്രജൻ അല്ലേ. സോ ഇവിടെ ബോണ്ട് ചെയ്തിരിക്കുന്ന CH2ഉം അതുപോലെ തന്നെ ഹൈഡ്രജനും തമ്മിലുള്ള ഈ ഒരു ബോണ്ടഡ് ഇലക്ട്രോൺസ് ഇല്ലേ, ഇലക്ട്രോൺസ് എന്ന് പറയുന്നത് കാർബണിലോട്ട് ഷിഫ്റ്റ് ആവുന്നുണ്ട്. കാർബണിലോട്ട് ഷിഫ്റ്റ് ആവുന്ന സമയത്ത് ഇലക്ട്രോൺസിനെ വിട്ടുകൊടുത്ത നമ്മുടെ ഹൈഡ്രജന് പോസിറ്റീവ് ചാർജും ഇലക്ട്രോൺസിന് കൊണ്ടുപോയ കാർബണിന് എന്തുവാണ്, നെഗറ്റീവ് ചാർജുമാണ് വരുന്നത്. സോ ഈ ഒരു പോസിറ്റീവ് ചാർജിലോട്ട് നമ്മുടെ വാട്ടറിൽ പ്രസൻ്റ് ആയിട്ടുള്ള OH- എന്ന് പറയുന്ന അയോൺ എന്ത് ചെയ്യുവാണ്, വന്ന് അട്രാക്റ്റ് ചെയ്യുവാണ്. അപ്പം ഇതിനെ വന്നിട്ട് ഈ ഒരു OH- നമ്മുടെ ആൽഫ ഹൈഡ്രജൻ അബ്സ്ട്രാക്ട് ചെയ്ത് കൊണ്ടുപോവുകയാണ് ചെയ്യുന്നത്. സോ നമുക്ക് എങ്ങനത്തെ ഒരു പ്രോഡക്റ്റ് കിട്ടും, CH2 C ഡബിൾ ബോണ്ട് OH ആൻഡ് ഇവിടെ ഒരു നെഗറ്റീവ് ചാർജ് ഉണ്ട് പ്ലസ് വാട്ടർ, അതായത് ഈ എന്താണ് ഈ ഒരു OH- അതുപോലെ തന്നെ H+ഉം കൂടെ കമ്പൈൻ ചെയ്തിട്ട് ഒരു വാട്ടർ മോളിക്യൂൾ അവിടെ നിന്ന് എലിമിനേറ്റ് ആയി ആൻഡ് നമുക്ക് ഇങ്ങനൊരു പ്രൊഡക്റ്റ് കിട്ടി. ഇതെന്ന് പറയുന്നത് എന്തായിട്ടാണ് ആക്ട് ചെയ്യുന്നത്, ഒരു ന്യൂക്ലിയോ ഫൈലായിട്ടാണ് ആക്ട് ചെയ്യുന്നത്. നമുക്കറിയാം ന്യൂക്ലിയോ ഫൈൽ എന്ന് പറയുന്നത് എന്താണ്, നെഗറ്റീവ്ലി ചാർജ്ഡ് ആണ് ആൻഡ് ഇറ്റ് ഓൾസോ അട്രാക്ട് ദ പോസിറ്റീവ്ലി ചാർജ്ഡ് ആയിട്ടുള്ള പോസിറ്റീവ്ലി ചാർജിനെയാണ് എന്ത് ചെയ്യുന്നത്, ഇത് അട്രാക്റ്റ് ചെയ്യുന്നത്. ദെൻ സെക്കൻഡ് സ്റ്റെപ്പ് എന്ന് പറയുമ്പോൾ എന്താണ് ചെയ്യുന്നത്, സെക്കൻഡ് സ്റ്റെപ്പാണ് അടുത്ത് പറയുന്നത്. ഈ പറഞ്ഞിരിക്കുന്ന CH2 C ഡബിൾ ബോണ്ട് OH ഇത് നമുക്ക് ഫസ്റ്റ് സ്റ്റെപ്പിൽ കിട്ടിയ പ്രൊഡക്റ്റ് ആണല്ലേ. ഇതിൻ്റെ കൂടെ നമ്മൾ എന്ത് ചെയ്യുവാണ്, എഗെയിൻ നമ്മൾ ഈ ഫസ്റ്റ് എടുത്ത ഏതാണ് നമ്മുടെ എത്തനാൽ, അതൊരിക്കൽ കൂടെ ഞാൻ ആഡ് ചെയ്യുവാണ്. CH3 C ഡബിൾ ബോണ്ട് OH.
അതായത് നമ്മൾ ആദ്യമേ തന്നെ പറഞ്ഞു അല്ലേ, എന്താണ് ആൽഡോൾ കണ്ടൻസേഷൻ എന്ന് പറയുന്നത്, ഒന്നുകിൽ 2 സിമിലർ ആയിട്ടുള്ള ആൽഡിഹൈഡ്സ്, അതല്ല എങ്കിൽ 2 സിമിലർ ആയിട്ടുള്ള കീറ്റോൺസ് ആണ് ഇവിടെ കമ്പൈൻ ചെയ്തിട്ട് നമുക്ക് പ്രോഡക്റ്റ് കിട്ടുന്നത്. സോ ഇവിടെ എന്താണ് നടക്കുന്നത്, ഈ ഒരു സ്റ്റെപ്പും എന്തിൻ്റെ പ്രസൻസിൽ തന്നെയാണ്, നമ്മുടെ ഡൈലൂട്ട് സോഡിയം ഹൈഡ്രോക്സൈഡിൻ്റെ പ്രസൻസിൽ തന്നെയാണ് നടക്കുന്നത്. ഇവിടെ എന്താണ് നടക്കുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഓക്സിജൻ എന്ന് പറയുന്ന ഹൈലി ഇലക്ട്രോ നെഗറ്റീവാണ്. സോ ഓക്സിജനും അതുപോലെ തന്നെ കാർബണും തമ്മിൽ ബോണ്ട് ചെയ്തിരിക്കുന്ന ഈ ഇലക്ട്രോൺസിനെ എന്ത് ചെയ്യുന്നുണ്ട്, ഓക്സിജൻ എന്ന് പറയുന്നത് വിഡ്രോ ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോഴത്തേക്ക് നമ്മുടെ കാർബൺ എന്ന് പറയുന്ന ഒരു പോസിറ്റീവ് ചാർജും അറ്റ് ദ സെയിം ടൈം ഓക്സിജൻ എന്ന് പറയുന്ന ഒരു നെഗറ്റീവ് ചാർജുമാണ് കിട്ടുന്നത്. സോ ഈ സ്റ്റെപ്പ് ഒരിക്കൽ കൂടെ പറയാം. എങ്ങനെയാണ് ഈ ആൽഡിഹൈഡ്, ഈ പറഞ്ഞിരിക്കുന്ന എത്തനാളിൽ ഓക്സിജൻ എന്ന് പറയുന്നത് ഹൈലി ഇലക്ട്രോ നെഗറ്റീവ് ആയതുകൊണ്ട് തന്നെ ഇവിടെ ബോണ്ട് ചെയ്തിരിക്കുന്ന ഇലക്ട്രോൺസിന് എന്ത് ചെയ്യുന്നുണ്ട്, ഓക്സിജനിലോട്ട് ഷിഫ്റ്റ് ആവുന്നുണ്ട്. അങ്ങനെ ഷിഫ്റ്റ് ആകുമ്പോഴത്തേക്ക് ഓക്സിജന് ഒരു നെഗറ്റീവ് ചാർജും അതുപോലെ തന്നെ ഇലക്ട്രോൺസിനെ വിട്ടുകൊടുത്താൽ നമ്മുടെ കാർബണിന് എന്ത് ചാർജും കിട്ടുന്നുണ്ട്, പോസിറ്റീവ് ചാർജും കിട്ടുന്നുണ്ട്. ഇനി നമ്മൾ പറയേണ്ടത് ഇവിടെ എന്ത് പ്രസൻ്റ് ആണ്, CH2 മൈനസ് നെഗറ്റീവ് ചാർജാണ് ഇവിടെ പ്രസൻ്റ് ആയിട്ടുള്ളത്. സോ ഈ നെഗറ്റീവ് ചാർജ് എന്ന് പറയുന്നത് എവിടെ വന്ന് അറ്റാക്ക് ചെയ്യുന്നുണ്ട്, നമ്മുടെ പോസിറ്റീവ് ചാർജഡ് ആയിട്ടുള്ള ഈ പറഞ്ഞിരിക്കുന്ന കാർബണിനെ വന്ന് അറ്റാക്ക് ചെയ്യും. അപ്പോൾ ഞാൻ ഇത് ഒന്ന് എഴുതുവാണ്. സോ നമുക്ക് ഈ ഒരു സെക്കൻഡ് സ്റ്റെപ്പിൽ നമുക്ക് ഇത് രണ്ടും കൂടെ അതായത് ഈ CH2 മൈനസ് എന്ന് പറയുന്നത് ഈ പോസിറ്റീവ്ലി ചാർജഡ് ആയിട്ടുള്ള കാർബണിൽ വന്ന് അറ്റാച്ച് ചെയ്തിട്ട് ഇങ്ങനൊരു പ്രൊഡക്റ്റാണ് നമുക്ക് കിട്ടുന്നത്. അതായത് ഈ പറഞ്ഞിരിക്കുന്നില്ലേ ഇത്രയും പോർഷനാണ് നമ്മൾ ഇവിടെ വന്നിട്ട് റെപ്രസെൻറ്റ് ചെയ്തിരിക്കുന്നത്. ആൻഡ് ഈ ഒരു നെഗറ്റീവ്ലി ചാർജഡ് ആയിട്ടുള്ള കാർബൺ ആയിരുന്നു ഇതിന് നമുക്ക് എന്ത് ചെയ്തിട്ടുണ്ട്, ഇതിന് അറ്റാച്ച് ചെയ്തിട്ട് ഈ ഒരു പോസിറ്റീവ് സെൻറ്റർ മനസ്സിലായോ, CHO മൈനസ് CH3, ഇങ്ങനെയാണ് നമുക്ക് ഈ ഒരു പ്രോഡക്റ്റ് ഫോം ചെയ്തത് സെക്കൻഡ് സ്റ്റെപ്പിൽ. ഇനി തേർഡ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമ്മൾ ഈ എടുത്തിട്ടുള്ള എന്താണ് പ്രോഡക്റ്റിൽ, ഈ സെക്കൻഡ് സ്റ്റെപ്പിൽ നമുക്ക് കിട്ടിയ പ്രോഡക്റ്റിൽ എന്താണ് ഇവിടെ O മൈനസ് ആയിട്ടാണ് ഇരിക്കുന്നതല്ലേ, ആ ഒരു O മൈനസിലോട്ട് ആര് വന്ന് അഡീഷൻ ചെയ്യുകയാണ്, H+ വന്നിട്ട് അഡീഷൻ ചെയ്യുവാണ് ചെയ്യുന്നത്. H+ എന്ന് പറയുന്നത് നമ്മൾ ഓൾറെഡി ഏതാണ് നമ്മുടെ റിയേജൻ്റ് ആയിട്ട് എടുത്തിരിക്കുന്നത്, ഡൈലൂട്ട് സോഡിയം ഹൈഡ്രോക്സൈഡാണ്. അപ്പോൾ അവിടെ വാട്ടർ പ്രസൻ്റ് ആണ്. സോ ഈ വാട്ടറിലുള്ള H+ എന്ന് പറയുന്നത് ആരെ വന്ന് അട്രാക്റ്റ് ചെയ്യുന്നുണ്ട്, ഈ പറഞ്ഞിരിക്കുന്ന O മൈനസിനെ വന്ന് അട്രാക്റ്റ് ചെയ്യുകയാണ്. സോ നമുക്കിവിടെ എങ്ങനെയായിരിക്കും പ്രോഡക്റ്റ് കിട്ടുന്നത്, CH3 CHOH CH2 C ഡബിൾ ബോണ്ട് OH, ഇങ്ങനെയായിരിക്കും നമുക്ക് തേർഡ് സ്റ്റെപ്പിൽ. സോ ഇത്രയുമാണ് നമ്മുടെ സെക്കൻഡ് സ്റ്റെപ്പ്, ഇത്രയും നമ്മുടെ എന്താണ് തേർഡ് സ്റ്റെപ്പാണ്. ഇനി നമുക്ക് ഇങ്ങനൊരു പ്രോഡക്റ്റ് കിട്ടി. ഇപ്പം നമുക്ക് എന്താണ് ഈ പ്രോഡക്റ്റിനെയാണ് നമ്മൾ എന്തെന്ന് പറഞ്ഞിരിക്കുന്നത്, ആൽഡോൾ എന്ന് പറയുന്നത്. ഈ ആൽഡോൾ എന്ന് പറയുന്നതിന് എന്താണ് 2 ഫങ്ഷണൽ ഗ്രൂപ്പാണ് പ്രസൻ്റ് ആയിട്ടുള്ളത്. ആൽഡിഹൈഡ് ഗ്രൂപ്പും പ്രസൻ്റ് ആയിട്ടുണ്ട്, അതുപോലെ തന്നെ ആൽക്കഹോൾ ഗ്രൂപ്പും പ്രസൻ്റ് ആയിട്ടുണ്ട്. ഓക്കെ അല്ലേ. അപ്പം ആൽഡിഹൈഡ് ഗ്രൂപ്പിനെ റെപ്രസെൻ്റ് ചെയ്തിട്ടാണ് നമ്മൾ ALD എന്ന് പറയുന്ന ലെറ്റേഴ്സ് ഇട്ടിട്ടുള്ളത്. അതുപോലെ തന്നെ ആൽക്കഹോൾ ഗ്രൂപ്പിനെ റെപ്രസെൻ്റ് ചെയ്തിട്ടാണ് നമ്മളിവിടെ ഓൾ ഇട്ടിട്ടുള്ളത്. അങ്ങനെയാണ് ഈ ഒരു പ്രോഡക്റ്റിന് നമ്മൾ ആൽഡോൾ എന്ന് പറഞ്ഞിട്ടുള്ള പേര് വന്നിട്ടുള്ളത്. ദെൻ നെക്സ്റ്റ് പറയുവാണെങ്കിൽ, അപ്പോൾ ഇവിടെ നമുക്ക് നേരത്തെ പറഞ്ഞു അല്ലേ, അപ്പം 2 മോളിക്യൂൾസ് ഓഫ് ആൽഡിഹൈഡ്സ് അല്ലെങ്കിൽ കീറ്റോൺസ് കമ്പൈൻ ചെയ്തിട്ട് എന്ത് ഫോം ചെയ്യുമെന്ന് പറഞ്ഞു, ബീറ്റാ ഹൈഡ്രോക്സി ആൽഡിഹൈഡ് അല്ലെങ്കിൽ ബീറ്റാ ഹൈഡ്രോക്സി കീറ്റോൺ കിട്ടുമെന്ന് പറഞ്ഞു. നമുക്കിവിടെ എന്ത് കിട്ടി, ബീറ്റാ ഹൈഡ്രോക്സി ആൽഡിഹൈഡ് അല്ലേ ഇവിടെ കിട്ടിയിരിക്കുന്നത്. അതായത് എന്താണ്, ഇത് നമ്മുടെ മെയിൻ ഗ്രൂപ്പ്. അപ്പം ഇതെന്ന് പറയുന്ന ആൽഫ ഹൈഡ്രജൻ, സോ ഇതെന്ന് പറയുന്ന ബീറ്റാ ഹൈഡ്രജൻ. അപ്പം ബീറ്റാ ഹൈഡ്രോക്സി, ബീറ്റാ പൊസിഷനിലല്ലേ ഹൈഡ്രോക്സി ഗ്രൂപ്പ് ഇരിക്കുന്നത്. സോ ഇതാണ് നമ്മൾ പറഞ്ഞിട്ടുള്ള ആൽഡോൾ എന്ന് പറയുന്നത്. ഇനി നെക്സ്റ്റ് നമ്മൾ പറഞ്ഞു, ഈ ഒരു പ്രോഡക്റ്റിനെ ഫർദറായിട്ട് ഹീറ്റ് ചെയ്യുന്ന സമയത്ത് അത് എന്ത് ഫോം ചെയ്യുമെന്ന് പറഞ്ഞു, വാട്ടർ മോളിക്യൂളിനെ എലിമിനേറ്റ് ചെയ്തിട്ട്, അതായത് ഡീഹൈഡ്രേഷൻ നടന്നതിന് ശേഷം എന്താണ് ആൽഫ ബീറ്റ അൺസാച്ചുറേറ്റഡ് ആയിട്ടുള്ള കോമ്പൗണ്ട് ആയിരിക്കും നമുക്ക് കിട്ടുന്നതെന്ന് പറഞ്ഞു. ഇപ്പോൾ ആൽഫ ബീറ്റ അൺസാച്ചുറേറ്റഡ് എന്ന് പറയുമ്പോൾ എങ്ങനെയാണ്, നമ്മുടെ ഈ ബീറ്റ പൊസിഷനിലിരിക്കുന്ന ഹൈഡ്രോക്സി ഗ്രൂപ്പും അതുപോലെ തന്നെ ആൽഫ പൊസിഷനിലുള്ള ഒരു ആൽഫ ഹൈഡ്രജനും കൂടെ റിമൂവ് ചെയ്തിട്ടാണ് ഇവിടെ എന്ത് ചെയ്യുന്നത്, നമുക്ക് അൺസാച്ചുറേഷൻ ഇവിടെ വരുന്നത്. അതായത് മനസ്സിലാക്കാം, CH3 CH ഡബിൾ ബോണ്ട് CH C ഡബിൾ ബോണ്ട് OH, ഇതായിരിക്കും നമുക്ക് കിട്ടുന്ന ഫൈനൽ പ്രോഡക്റ്റ് എന്ന് പറയുന്നത്.
അപ്പം ഇതാണ് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ എന്താണ് ആൽഫ ബീറ്റ അൺസാച്ചുറേറ്റഡ് ആയിട്ടുള്ള എന്ത് കിട്ടി നമുക്ക് ഒരു ആൽഡിഹൈഡ് കോമ്പൗണ്ടാണ് നമുക്ക് എന്തിൻ്റെ ലാസ്റ്റ് കിട്ടിയത് ആൽഡോൾ കണ്ടൻസേഷൻ്റെ ലാസ്റ്റ് കിട്ടിയത്. സോ ഇത്രയുമാണ് നമ്മൾ പറഞ്ഞിരിക്കുന്നത്. മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിശ്വസിക്കുന്നു. നമ്മൾ 4 സ്റ്റെപ്സാണ് പറഞ്ഞത്. ഫസ്റ്റ് സ്റ്റെപ്പ് എങ്ങനെയായിരുന്നു? ഫസ്റ്റ് സ്റ്റെപ്പിൽ നമുക്കിവിടെ ഒരു ന്യൂക്ലിയോ ഫൈലാണ് കിട്ടിയത്. ന്യൂക്ലിയോ ഫൈൽ എങ്ങനെയാണ് കിട്ടിയത്? ആദ്യം നമ്മളൊരു ആൽഡിഹൈഡ് എടുത്തു. ആൽഡിഹൈഡിൻ്റെ കൂടെ നമ്മൾ സോഡിയം ഹൈഡ്രോക്സൈഡ് അഡീഷൻ ചെയ്ത സമയത്ത് ഈ ഒരു ബോണ്ടഡ് ആയിട്ടുള്ള ഇലക്ട്രോൺസ് എന്ന് പറയുന്നത് ബോണ്ട് ചെയ്തിരിക്കുന്ന ഇലക്ട്രോൺ എന്ന് പറയുന്നത് കാർബണിലോട്ട് പോവുകയും കാർബണിന് ഒരു നെഗറ്റീവ് ചാർജ് കിട്ടുകയും അതേസമയം നമ്മുടെ ആൽഫ ഹൈഡ്രജൻ എന്ന് പറയുന്ന ഒരു പോസിറ്റീവ് ചാർജ് കിട്ടുകയും ചെയ്യുന്നുണ്ട്. ഈ പോസിറ്റീവ് ചാർജിലേക്ക് OH- വന്ന് അബ്സ്ട്രാക്ട് ചെയ്ത് H+നെ കൊണ്ടുപോവുകയാണ്. അങ്ങനെ ഒരു വാട്ടർ മോളിക്യൂൾ ഫോം ചെയ്തു. ദെൻ അതുപോലെ തന്നെ എന്ത് കിട്ടി നമുക്കിവിടെ CH2 C ഡബിൾ ബോണ്ട് O H എന്ന് പറയുന്ന ഒരു കോമ്പൗണ്ടും കിട്ടി. ഇനി സെക്കൻഡ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഈ പ്രോഡക്റ്റിൻ്റെ കൂടെ നമ്മൾ എന്ത് അഡീഷൻ ചെയ്തു? വീണ്ടും ഒരു ആൽഡിഹൈഡ് നമ്മൾ സെയിം ആയിട്ടുള്ള ആൽഡിഹൈഡ് അഡീഷൻ ചെയ്തു. ആൻഡ് ഇവിടെ എന്ന് പറയുമ്പോഴത്തേക്ക് എന്താണ് നമ്മുടെ ഓക്സിജൻ എന്ന് പറയുന്ന ഹൈലി ഇലക്ട്രോ നെഗറ്റീവ് ആയതുകൊണ്ട് തന്നെ അതെന്താണ് ഇവിടെ ഇരിക്കുന്ന ഇലക്ട്രോൺസിനെ അങ്ങോട്ട് കൊണ്ടുപോവുകയും സോ ഓക്സിജന് നെഗറ്റീവ് ചാർജ് കിട്ടുകയും കാർബണിന് പോസിറ്റീവ് ചാർജ് കിട്ടുകയും ചെയ്തു. സോ ഈ നെഗറ്റീവ്ലി ചാർജഡ് ആയിട്ടുള്ള ഗ്രൂപ്പ് എന്ന് പറയുന്നത് നമ്മുടെ കാർബൺ പോസിറ്റീവ് ആയിട്ടുള്ള ഈ ഒരു പൊസിഷനിലൊന്ന് അറ്റാച്ച് ചെയ്തു. അങ്ങനെയാണ് നമുക്ക് ഈ പറഞ്ഞിരിക്കുന്ന പ്രോഡക്റ്റ് കിട്ടിയത്. തേർഡ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് എങ്ങനെയാണ്? ഈ നെഗറ്റീവ്ലി ചാർജഡ് ആയിട്ടുള്ള ഓക്സിജനിലേക്ക് നമ്മുടെ H+ വാട്ടറിൽ പ്രസൻ്റ് ആയിട്ടുള്ള H+ എന്ന് പറയുന്നത് വന്ന് അറ്റാക്ക് ചെയ്തിട്ട് ഇവിടെ നമുക്ക് എന്ത് കിട്ടുന്നുണ്ട്? ഒരു ബീറ്റ ഹൈഡ്രോക്സി ആൽഡിഹൈഡ് കിട്ടുന്നുണ്ട്. അതിനെയാണ് നമ്മൾ ആൽഡോൾ എന്ന് പറയുന്നത്. ഫൈനൽ സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഡീഹൈഡ്രേഷൻ നടന്നു. അതായത് ഒരു മോളിക്യൂൾ ഓഫ് വാട്ടർ എലിമിനേറ്റ് ചെയ്തിട്ട് നമുക്ക് ആൽഫ ബീറ്റ അൺസാച്ചുറേറ്റഡ് ആയിട്ടുള്ള ആൽഡിഹൈഡ് കിട്ടി. സോ ഇതാണ് നമ്മുടെ ആൽഡോൾ കണ്ടൻസേഷൻ്റെ ഫൈനൽ സ്റ്റെപ്പ് എന്ന് പറയുന്നത്. സോ ഇത്രയുമാണ് നമുക്ക് എന്ത് പറയാനായിട്ടുള്ള ആൽഡോൾ കണ്ടൻസേഷൻ്റെ മെക്കാനിസം പറഞ്ഞത്. സോ ഇനി നമുക്കിതുപോലെ ഇപ്പോൾ നമ്മൾ ആൽഡിഹൈഡ് വെച്ചിട്ടാണ് പറഞ്ഞത്. ഇതുപോലെ തന്നെ നമുക്ക് എന്ത് വെച്ചിട്ടും പറയാം? കീറ്റോൺ വെച്ചിട്ടും പറയാം. സോ കീറ്റോണിന് നമ്മൾ പറയുന്ന സെയിം മെക്കാനിസം തന്നെയാണ് നേരത്തെ പറഞ്ഞതുപോലെ. ഇവിടെ ഞാൻ എക്സാമ്പിളായിട്ട് അസറ്റോൺ ആണ് എടുക്കുന്നത്. സോ അസറ്റോൺ ആണ് ഇവിടെ എക്സാമ്പിൾ എടുക്കുന്നത്. CH3 C ഡബിൾ ബോണ്ട് O CH3 ഈ ഒരു അസറ്റോൺ ആണ് ഞാനിവിടെ എക്സാമ്പിളായിട്ട് ഇവിടെ എടുത്തിരിക്കുന്നത്. സോ ടു മോളിക്യൂൾസ് ഓഫ് അസറ്റോൺ എന്ന് പറയുന്നത് എന്താണ്? സോഡിയം ഹൈഡ്രോക്സൈഡിൻ്റെ ഡൈല്യൂട്ട് സോഡിയം ഹൈഡ്രോക്സൈഡിൻ്റെ കൂടെ കമ്പൈൻ ചെയ്തതിന് ശേഷം നമുക്ക് എന്ത് പ്രോഡക്റ്റാണ് കിട്ടുന്നത്? ഒരു ആൽഫ ബീറ്റ അൺസാച്ചുറേറ്റഡ് ആയിട്ടുള്ള കീറ്റോൺ ആണ് നമുക്ക് കിട്ടുന്നത്. സോ ഇതാണ് ഫൈനൽ പ്രോഡക്റ്റ് എന്ന് പറയുന്നത്. ഏതാണ്? 2 കീറ്റോൺസ് കണ്ടൻസേഷൻ നടന്നിട്ട് കിട്ടുന്ന പ്രോഡക്റ്റാണ് ഈ പറഞ്ഞിരിക്കുന്നത്. ഇതെങ്ങനെയാണ് വരുന്നത് എന്നുള്ളത് മെക്കാനിസം സെയിം ആയിട്ട് നമ്മൾ ആദ്യം ആൽഡിഹൈഡ് പറഞ്ഞതുപോലെ തന്നെയാണ്. ഒരിക്കൽ കൂടെ പറയാം. അതായത് ഇവിടെ നമ്മൾ നേരത്തെ എഴുതിയതുപോലെ തന്നെ CH2 എന്നും H എന്നും പറഞ്ഞിട്ട് സ്പ്ലിറ്റ് ചെയ്തെടുക്കുവാണ്. ആൻഡ് എന്താണ്? C ഡബിൾ ബോണ്ട് O CH3 ഇങ്ങനെ നമ്മൾ അസറ്റോണിനെ സ്പ്ലിറ്റ് ചെയ്ത് ഈ ഒരു ഹൈഡ്രജനെ നമ്മളിങ്ങനെ സ്പ്ലിറ്റ് ചെയ്ത് എഴുതി. ദെൻ ഇതിൻ്റെ കൂടെ നമ്മൾ എന്താണ്? ഡൈല്യൂട്ട് സോഡിയം ഹൈഡ്രോക്സൈഡ് ആണ്. സോ ഡൈല്യൂട്ട് സോഡിയം ഹൈഡ്രോക്സൈഡിൽ എന്ത് പ്രസൻ്റ് ആണ്? വാട്ടർ പ്രസൻ്റ് ആണ്. വാട്ടർ H+OH- എന്ന് പറഞ്ഞിട്ട് ഇവിടെ എഴുതിയിട്ടുണ്ട്. സോ ഇവിടുത്തെ ഇലക്ട്രോൺസ് എന്ന് പറയുന്നത് എങ്ങോട്ട് ഷിഫ്റ്റ് ആവുന്നുണ്ട്? കാർബണിലോട്ട് ഷിഫ്റ്റ് ആവുന്നുണ്ട്. സോ കാർബണിന് ഒരു നെഗറ്റീവ് ചാർജും ഹൈഡ്രജൻ ഒരു പോസിറ്റീവ് ചാർജും കിട്ടുന്നുണ്ട്. സോ നമ്മുടെ ആൽഫ ഹൈഡ്രജൻ ഒരു പോസിറ്റീവ് ചാർജ് കിട്ടി. ഈ പോസിറ്റീവ് ചാർജിലോട്ട് OH- വന്നിട്ട് അട്രാക്റ്റ് ചെയ്യുവാണ്. അതിനെ അബ്സ്ട്രാക്റ്റ് ചെയ്ത് കൊണ്ടുപോകുന്നുണ്ട്. അപ്പോൾ ഇവിടെ എന്ത് കിട്ടി? CH2 C ഡബിൾ ബോണ്ട് O CH3 +H2O ഇങ്ങനെ നമുക്ക് കിട്ടി. ഇനി സെക്കൻഡ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഇതിൻ്റെ കൂടെ നമ്മൾ എന്തും കൂടെ അഡീഷൻ ചെയ്ത് കൊടുക്കുകയാണ്. വീണ്ടും എഗെയിൻ ഒരു മോളിക്യൂൾ ഓഫ് അസറ്റോൺ നമ്മൾ അഡീഷൻ ചെയ്ത് കൊടുക്കുകയാണ്. CH3 C ഡബിൾ ബോണ്ട് O CH3 നമ്മൾ അഡീഷൻ ചെയ്ത് കൊടുത്തു. ഇവിടെ നിന്ന് പറയുന്നത് നമ്മുടെ ഓക്സിജൻ എന്താണ്? ഹൈലി ഇലക്ട്രോ നെഗറ്റീവ് ആയതുകൊണ്ട് തന്നെ ബോണ്ട് ചെയ്തിരിക്കുന്ന 2 ഇലക്ട്രോൺസിനെ കൊണ്ടുപോകുന്നുണ്ട്. സോ അതിന് നെഗറ്റീവ് ചാർജും അതുപോലെ തന്നെ നമ്മുടെ കാർബണിന് പോസിറ്റീവ് ചാർജും കിട്ടുന്നുണ്ട്. സോ ഈ പോസിറ്റീവ് ചാർജറായിട്ടുള്ള കാർബണിലോട്ട് ആര് വന്ന് അട്രാക്റ്റ് ചെയ്യും? ഈ CH2 വന്ന് അറ്റാക്ക് ചെയ്യുന്നുണ്ട്. സോ ഇവിടെയാണ് അത് വന്ന് അറ്റാക്ക് ചെയ്യുന്നത്. സോ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെയാണ് എങ്ങനെയാണ് നമുക്ക് പ്രോഡക്റ്റ് കിട്ടുന്നത്? ആദ്യം ഇത് നമുക്ക് എഴുതാം. C ഡബിൾ ബോണ്ട് O CH3 CH2 ഇത്രയും പോർഷനാണ് ഞാനെടുത്ത് ഇവിടെ എഴുതിയിരിക്കുന്നത്. ദെൻ നെക്സ്റ്റ് പറഞ്ഞിരിക്കുന്നത് എന്താണ്? നമ്മുടെ ഈ ഒരു കാർബൺ C
മൈനസ് ആയിട്ടാണ് ഇരിക്കുന്നത്. ഇനി ഈ പറഞ്ഞിരിക്കുന്ന CH3 ആണ് ഞാൻ താഴത്തേക്ക് എഴുതുന്നത്. ദെൻ നെക്സ്റ്റ് ഇനി ഇവിടെ ഇരിക്കുന്ന CH3 ബാലൻസ് ഉണ്ടല്ലേ, അതിനെയാണ് ഈ പൊസിഷനിലോട്ട് എടുത്ത് എഴുതിയിരിക്കുന്നത്. ഇനി നെക്സ്റ്റ് നമുക്ക് പറയാനായിട്ടുള്ളത് എന്താണ്? നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ തന്നെ ഓക്സിജൻ എന്ന് പറയുന്നത് നെഗറ്റീവ് ചാർജാണ്. ഇതിലോട്ട് എന്ത് വന്ന് അറ്റാക്ക് ചെയ്യുന്നുണ്ട്? നമ്മുടെ H+ എന്ന് പറയുന്നത് വാട്ടറിൽ പ്രസൻ്റ് ആയിട്ടുള്ള H+ അല്ലെങ്കിൽ OH വാട്ടർ നമ്മൾ എങ്ങനെയാണ് H+, OH- എന്ന് സ്പ്ലിറ്റ് ചെയ്ത് എഴുതിയിട്ടുണ്ട്. ഈ H+ എന്ന് പറയുന്നത് എന്ത് ചെയ്യുന്നുണ്ട്? നമ്മുടെ ഈ ഓക്സിജനിലോട്ട് വന്ന് അറ്റാച്ച് ചെയ്യുന്നുണ്ട്. സോ എന്നിട്ട് നമുക്ക് എന്താണ് പ്രോഡക്റ്റ് ആയിട്ട് കിട്ടുന്നത്? CH3 C, ഇവിടെ ഒരു OH കിട്ടി, ആൻഡ് ഇവിടെ CH3 പ്രസൻ്റ് ആണ്, CH2 C ഡബിൾ ബോണ്ട് O CH3, ഇത്രയും നമുക്കിവിടെ കിട്ടി. ദെൻ നെക്സ്റ്റ് ലാസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് എന്താണ്? ഇപ്പം നമുക്കിവിടെ എന്താണ് കിട്ടിയത്? ബീറ്റ ഹൈഡ്രോക്സി കീറ്റോൺ ആണ് ഇവിടെ നമുക്ക് കിട്ടിയിരിക്കുന്നത് അല്ലേ. ഇനി ഈ ബീറ്റ ഹൈഡ്രോക്സി കീറ്റോൺ എന്ന് പറയുന്നത് എന്ത് ചെയ്യുന്നുണ്ട്? ഡീഹൈഡ്രേഷൻ നടന്നിട്ട് വാട്ടർ മോളിക്യൂൾ എലിമിനേറ്റ് ആവും. ഏതൊക്കെയാണ്? ഈ ഒരു OH അതുപോലെ തന്നെ ഇവിടെ ഉള്ള ഒരു ഹൈഡ്രജനുമാണ് എലിമിനേറ്റ് ആയി പോകുന്നത്. സോ ഇവിടുത്തെ OH ഇവിടുത്തെ ഒരു ഹൈഡ്രജനും കൂടെ എലിമിനേറ്റ് ചെയ്ത് വാട്ടറായിട്ട് എലിമിനേറ്റ് ചെയ്ത് പോകുന്നുണ്ട്. നെക്സ്റ്റ് നമുക്ക് എങ്ങനെയാണ് കിട്ടുന്നത്? CH3 ഇവിടെ ഒരു ഡബിൾ ബോണ്ട് ഫോം ചെയ്തു, CH C ഡബിൾ ബോണ്ട് O CH3, ഇങ്ങനെ നമുക്ക് ഇതിൽ നിന്നും വാട്ടർ മോളിക്യൂൾ എലിമിനേറ്റ് ചെയ്ത് പോയിട്ട് ബാലൻസ് പോർഷൻ ഇങ്ങനെ കിട്ടി. ഇതെന്താണ്? ആൽഫ ബീറ്റ അൺസാച്ചുറേറ്റഡ് ആയിട്ടുള്ള ഒരു എന്ത് കിട്ടി? കീറ്റോൺ കിട്ടി. സോ ഇതാണ് നമ്മുടെ കീറ്റോൺസ് വെച്ചിട്ട് നമ്മൾ ആൽഡോൾ കണ്ടൻസേഷൻ ചെയ്തപ്പോൾ നമുക്ക് കിട്ടുന്നത്. സോ ഇത്രയുമാണ് നമ്മുടെ ആൽഡോൾ കണ്ടൻസേഷൻ എന്ന് പറയുന്ന ടോപ്പിക്ക്. ഇവിടെ നമ്മൾ എന്തൊക്കെ പറഞ്ഞു? 2 മോളിക്യൂൾസ് ഓഫ് കീറ്റോൺസ് വെച്ചിട്ട് എങ്ങനെയാണ് നടക്കുന്നതെന്നും അതുപോലെ തന്നെ ആൽഡിഹൈഡ് വെച്ചിട്ട് എങ്ങനെയാണ് നടക്കുന്നതെന്നും പറഞ്ഞു. രണ്ടിനും സെയിം ആയിട്ടുള്ള മെക്കാനിസമാണ്, സിമ്പിളാണ്, മനസ്സിലായി കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു. നെക്സ്റ്റ് ക്ലാസ്സിന് നിങ്ങൾക്ക് ഏത് ടോപ്പിക്കാണ് വേണ്ടത് എന്നുള്ളതൊന്ന് കമൻറ്റ് ചെയ്യുക. ആൻഡ് വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിനും കൂടിയിട്ടൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ഇനിയും യൂസ്ഫുൾ ആയിട്ടുള്ള കണ്ടൻസ് കിട്ടാനായിട്ട് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.